എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ഹേമന്ത് വന്ന് ഗാഥയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഹാളിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് മോഹിനി ചോദിക്കുക, അല്ല മോൻ എന്ത് ചെയ്യുവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യുക, ബാംഗ്ലൂരാന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല മോനെ ഗാഥയെ വിളിക്കട്ടെ എന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ പിങ്കി പറഞ്ഞു, ഗാഥ ഇങ്ങോട്ട് ഇറങ്ങി വരുമോന്ന് അറിയത്തില്ല, അവള് മിക്കവാറും മോള് മുറി തന്നെ ഇരിക്കുള്ളൂ, കൂടെ നന്ദയം കാണുമെന്ന് പറയണം. ഇത് കേട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മോൻ അങ്ങോട്ട് കയറി ചെല്ലാൻ പറയണം. അല്ല ആൻറ്റി ഞാന് മോൻ വിഷമിക്കൊന്നും വേണ്ട, അവിടെ നന്ദയം കാണും, മോൻ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറയണം. അങ്ങനെ അയാള് മുകളിലേക്ക് അങ്ങോട്ട് പോവാണ് ഹേമന്ത്. ഈ സമയത്ത് മോഹിനി എത്ര നല്ല കുട്ടി, അതിന്റെ മുഖത്ത് നോക്കിയത് നോക്കി, എത്ര നല്ല ഓമനത്തുണ്ട്. ഇവനെ കുറിച്ചാണല്ലോ ആ നന്ദവ്രത അനാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ കൊള്ളില്ലാത്തവനെ, അവന്റെ സ്വഭാവം കൊള്ളത്തില്ലെന്നൊക്കെ. ഈ സമയത്ത് ഹേമന്ത് മുകളിലേക്ക് ഇരുമ്പത്തിന് ഗാഥയും നന്ദ അവിടെ ഉണ്ടായിരുന്നു. ഹേമന്തിനെ കണ്ടുപിടിനെ ഗാഥയ്ക്ക് വല്ലാത്തൊരു വിമിഷ്ടം അനുഭവപ്പെട്ടു. ചെന്നിട്ട് ഹേമന്ത് ചോദിച്ചല്ല ഇറങ്ങുമല്ലേ, എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, ഇറങ്ങാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദ പറഞ്ഞു, എങ്ങോട്ട് ഇറങ്ങാനായിട്ട്, എങ്ങോട്ടും ആരും ഇവിടുന്ന് വരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പത്തേനും നന്ദയോട് ഹേമന്ത് ചോദിച്ചു, നിങ്ങളെന്നാ ആളെ കളിയാക്കണമെന്ന് ചോദിക്കണം വിളിച്ചു വരുത്തിയിട്ട്. അല്ല ആര് വിളിച്ചു വരുത്തിയെന്നാ നീ പറയണേ, ഞങ്ങൾ ആരും നിന്നെ വിളിച്ചു വരുത്തിയോ? ഗാഥയെ നിങ്ങളുടെ കൂടെ പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല എന്ന് പറയണം. പെട്ടെന്ന് ഹേമന്ത് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് പോകൂന്ന് പറയണം. നന്ദ പറഞ്ഞു, എന്നാ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറയാം പറഞ്ഞു. നന്ദ പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നേ, നീ അവളുടെ മുറച്ചെറുക്കനല്ലാന്ന കാര്യം നിനക്കറിയാലോ. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുമില്ല, സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. അവളുടെ ശരിക്കുള്ള അച്ഛൻ നിനക്ക് ആരാന്നറിയാലോ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹേമന്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, നിങ്ങളല്ലേ ഉണ്ടാക്കിയത് രാജേന്ദ്രന്റെ പെങ്ങടെ മോന്, ആ ഒരു വേഷമല്ലേ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നേ. രാജേന്ദ്രനെ നിങ്ങൾക്ക് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ബന്ധുക്കാരെ ഉണ്ടായിക്കൂടാ? അതുകൊണ്ട് ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. കൂടുതൽ നിങ്ങൾ ചോദ്യങ്ങളൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് എൻ്റെ കൂടെ വരാൻ പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഓഹോ നിന്റെ ഭീഷണിയാണോ ഇത്? അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒന്നും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലട മോനെ, ഒരു കാരണവശാലും അവൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹേമന്ത് പറഞ്ഞു, എന്നാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഇതിന് സമാധാനം പറഞ്ഞോളൂ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇവിടെ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വെളച്ചിലെടുക്കാതെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക് എന്നും പറഞ്ഞ് ഹേമന്ത് താഴേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗാഥയാണ് വല്ലാത്തൊരു വീർപ്പൊട്ടലായി. ഗാഥ പറഞ്ഞു, നന്ദേച്ചി ഞാൻ ആ കൂടെ പോകത്തില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയണ. എന്റെ ജീവിതം തകർക്കാനായിട്ട് അവൻ കൊണ്ടുപോകുന്നേ, എനിക്കറിയത്. മോള് വിഷമിക്കണ്ട, മോളുടെ കാര്യം ഇവിടെ ഇരുന്നു, ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരണ്ട, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയണം. ഈ സമയം ഹേമന്ത് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ഹേമന്തിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയമ്മയൊക്കെ ചോദിച്ചു, അല്ല എങ്ങനെയായി മോനെ, അവൾ എന്ത് പറഞ്ഞു ചോദിക്കണം. ഈ ചില പ്രശ്നമൊക്കെ ഉണ്ട്, അവളുടെ സ്വഭാവമല്ലേ, അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പൊ വരൂന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് നന്ദ വന്നിട്ട് പറഞ്ഞു, അവൾ ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല, ഹേമന്തിന്റെ കൂടെ അവൾ വരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടത് പിങ്കി വെച്ച്, നീ എന്തൊക്കെയാ നന്ദ വിളിച്ചു പറയണേ, നിനക്ക് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അവളുടെ മുറച്ചിറക്കനായി വന്നിരിക്കുന്നേ, പിന്നെ നിനക്ക് എന്താ പറഞ്ഞു വിട്ടാ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അതിന് ചെറുതിലെ പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിട്ട് കല്യാണം അല്ലേ അത്, അതും അറിവില്ലാത്ത പ്രായത്തില്. ഇപ്പോഴങ്ങനെയല്ല, ഗാഥയ്ക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോ അവൾക്ക് തോന്നി ഈ വിവാഹം ബന്ധം വേണ്ടെന്ന്. പ്രായപൂർത്തിയായ ഒരാൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേന്ന് ചോദിക്കുകയാണ് പിങ്കിയോട്. ഇത് കേട്ടത് പിങ്കിക്കൊന്നും പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ നന്ദ പറഞ്ഞു, ഒരു കാരണവശാലും ഇവന്റെ കൂടെ പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല എന്ന് പറയണം. ഹേമന്തി അതെന്താ കുഴപ്പം, എൻ്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടാ എന്താ കുഴപ്പം? ഞാൻ അവളുടെ മുറച്ചെറുക്കനല്ലേ, എനിക്ക് അവളെ വിളിച്ചോണ്ട് പോകാനുള്ള അവകാശമുണ്ട്. അല്ല ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നന്ദയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അവകാശം എന്താന്നോ, അവളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള് ഞാനാ. അപ്പൊ അവളെ ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ ആന്റിയുടെ കൈ തിരിച്ചു കൊടുക്കേണ്ട ആള് ഞാനുമാണ്. അതുകൊണ്ടാണ്. പിന്നെ നീ അവളുടെ ആരുമല്ലെന്ന് എനിക്കറിയാം, ഗാഥ എന്നോട് പറന്ന് പറയാം. ഇത് കേട്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി. നീ എന്തൊക്കെയാ നന്ദായി പറയണെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നന്ദ പറഞ്ഞു, ശരിയാ ലക്ഷ്മിയമ്മ പറഞ്ഞേ, ഇവൻ മുറിച്ചെറുക്കണമെന്നല്ല, ഇവൻ വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വന്ന. ഇത് കേട്ടതും ജഗന്നാഥൻ പറഞ്ഞു, ഓഹോ അപ്പം കള്ളത്തരം പറഞ്ഞ് ഇന്ത്യവരത്തിൽ നിന്ന് ഒരു പെണ്ണെ തട്ടിക്കൊണ്ടു വന്നവനാണോ നീ എന്ന് ചോദിക്കുവാണ്. മഹേശ്വരൻ ആകെപ്പാടെ പെട്ടുപോയി. മഹേശ്വരൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നന്ദ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇനിയിപ്പോ എന്താണോ പറയാൻ പോകുന്നേ. ഈ സമയത്താണ് അങ്ങോട്ട് ഗൗതം വരുന്നത്. ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടായി. ഈ സമയത്ത് ഹേമന്ത് അങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ഹേമന്തിന് മനസ്സിലായി ഇനിയിപ്പൊ തന്റെ കള്ളത്തരമൊക്കെ വിളിച്ച് താകുവോ. പെട്ടെന്നൊന്ന് അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട്
ഗൗതത്തിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല സാറേ ഇതെന്താ പരിപാടിയാണ് കാണിക്കുന്നേ? എന്നോട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. വന്നു കഴിഞ്ഞപ്പാണ്ടേ എന്റെ മുറപ്പെണ്ണിനെ എന്റെ കൂടെ വിടാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല. ഇത് കാരണം എന്താ? എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കിട്ടണമെന്ന് പറയണം. ഇത് കേട്ടതിനും ഗൗതം പറഞ്ഞു, അല്ലെന്താ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഗാഥയുടെ ആരുമല്ല ഇയാള് വെറുതെ കള്ളത്തം പറയുന്നതെന്ന് പറയണം. ഇത് കേട്ട് ഹേമന്തിനോട് ചോദിച്ചു, സത്യമാണോ നന്ദ പറഞ്ഞത്? നന്ദ പറഞ്ഞ സത്യമാണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഹേമന്ത് പറഞ്ഞു, അല്ലെ ഇതിനുള്ള ഉത്തരം പറയാനായിട്ട് എന്നേക്കാളും യോഗ്യനായിട്ടൊരാൾ ആരാന്നറിയാവോ? നിങ്ങളുടെ അച്ഛനാണ് ആ ഇരിക്കുന്ന മഹേശ്വര സാറാന്ന് പറയാണ്. ഇത് കേട്ടത് മഹേശ്വരൻ ഒരു ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു വെപ്രാളം ഉണ്ടാവുകയാണ്. അല്ല, നിങ്ങളുടെ അച്ഛൻ പറയും സത്യമാണോ അല്ലയോ എന്ന്. കാരണം രാജേന്ദ്രന്റെ പെങ്ങടെ മോനാണോ ഞാൻ എന്നുള്ള സത്യം അങ്ങേർക്കറിയാം, അങ്ങേര് പറയുമെന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം മഹേഷിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛാ, അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ ഹേമന്ത് ആരാന്നൊക്കെയുള്ളേ? സത്യം പറ, ഈ ഹേമന്ത് ശരിക്കും മുറച്ചിറക്കം തന്നെയാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പത്തിന്റെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ പറഞ്ഞു, അതിപ്പോ അതിനകത്ത് സംശയമൊന്നുമില്ല. ഗാഥയ്ക്ക് ഇവന് ഇഷ്ടമില്ലാത്തോണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു. ചെറുക്കം മുറക്കച്ചെറുക്കം തന്നെയാ. ഇവനെ എനിക്ക് അറിയാവുന്നല്ലേ ഹേമന്തിനെ അറിയാം, അവന്റെ അമ്മേനെ അറിയാം. രാജേന്ദ്രൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ മുഖം അങ്ങോട്ട് മാറി. അച്ഛൻ പതുക്കെ രക്ഷപ്പെടുക എന്നുള്ള കാര്യം നന്ദയ്ക്ക് മനസ്സിലായി. നന്ദ പറഞ്ഞു, അങ്ങനെയാണല്ലോ ഒരു കാരണവശാലും വിടാൻ പോകുന്നില്ല. ഗാഥയ്ക്ക് ഇഷ്ടമില്ല. ഗാഥയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എന്തിനാ ഗാഥനെ പറഞ്ഞു വിടുന്നതെന്ന് നന്ദ ചോദിക്കുകയാണ്. ഹേമന്ത് പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ ഗൗതം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ? നിങ്ങളുടെ അച്ഛൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എന്നോടൊപ്പം അയക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇനിയിപ്പോ തർക്കിക്കേണ്ട ആവശ്യമില്ല. ഗാഥ പറയുന്നു ഗാഥയുടെ മുറച്ചെറുക്കനല്ലെന്ന്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം കൂടെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയല്ലേ ചെയ്യുന്നേ? അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാനായിട്ട് ഒരാൾ വരും. അപ്പൊ ആ അന്വേഷണ ഉദ്യോഗസ്ഥനാന്ന് കരുതിയാൽ മാത്രം മതി. അപ്പം ഞാൻ അങ്ങനെ ഒരാളാന്ന് കരുതി നീ സത്യം പറയണം. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ശരിക്കും പറഞ്ഞ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഗാഥയുടെ മുറച്ചെറുക്കനാണോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിയുമ്പത്തേനും പറഞ്ഞു, സാർ നിങ്ങളുടെ അച്ഛൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഗാഥയുടെ മുറച്ചെറുക്കനാന്ന്. പിന്നെ സാറിന് എന്തിനാ ഒരു സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ധൈര്യമായിട്ട് എന്നോടൊപ്പം പറഞ്ഞു വിട്ടോളാൻ പറയണം. ഇത് കേട്ടവും ഗൗതം പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണ്ടേ? ഗാഥയുടെ അമ്മേനെയും വിളിക്കാം, നിന്റെ ബന്ധുക്കാരെ ആരാന്ന് വെച്ചാൽ അവരെയും കൂടെ വിളിച്ചോ. എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂട്ടർക്കും പറഞ്ഞു തീർത്ത് ഈ പ്രശ്നം അവസാനിപ്പിച്ച് ഗാഥേനെ നിന്നോടൊപ്പം പറഞ്ഞു അയക്കാന്ന് പറയണം. അതല്ലേ എന്റെ ശരി. അല്ലാതെ ഒരു കാരണവശാലും ഗാഥേനെ ബലമായിട്ട് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് ഹേമന്ത് എനിക്ക് സമ്മതമാണെന്ന് പറയാണ്. ഞാൻ ആരെയാന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ മഹേഷിന് ഒരു കാര്യം ഉറപ്പായി. ഇനി എങ്ങാനും പോലീസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പുലിവാലി പിടിക്കും. ഇത്രയും കാലം തങ്ങൾ പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാവും. അപ്പൊ എങ്ങനെ ഇതിൽ നിന്ന് ഊരിയേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ മഹേശ്വരൻ പറഞ്ഞു, അതെ ഗാഥയുടെ കാര്യമല്ലേ, അവളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ എന്താണെങ്കിലും അവളോട് നിൽക്കട്ടെ. ഹേമന്തിനോട് പറഞ്ഞു വിടുന്നില്ല. പിന്നെ ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്താന്ന് വെച്ചൊരു തീരുമാനം എടുക്കാന്ന് പറയാണ്. ഇത് കേട്ടതും ഹേമന്ത് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നല്ലേ. അവളിപ്പോ താലി കെട്ടിക്കൊണ്ടു പോകാൻ വന്നൊന്നുമല്ല. അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവളുടെ കഴുത്തിൽ താലി ആർത്തുള്ളൂ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുള്ളൂ. അതിന് നിങ്ങൾ എന്തിനാ ഇത്രമാത്രം ആലോചിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മഹേശ്വരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗാഥയോടൊന്ന് പോയി സംസാരിക്കട്ടെ. ഗാഥയോടൊന്ന് പോയി സംസാരിച്ചിട്ട് വന്നിട്ട് എന്താന്ന് വെച്ചൊരു തീരുമാനം പറയാം. ഹേമന്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മഹേശ്വരൻ അങ്ങോട്ട് കയറി പോവാണ്. നന്ദയ്ക്ക് മനസ്സിലായി ഈ പോക്ക് ഒരു പക്ഷെ ബാലാജിനെ വിളിക്കാനുള്ള പോക്കായിരിക്കും. ബാക്കി എല്ലാവരോട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ സമയത്തും മഹേശ്വരൻ മുറിയിലേക്ക് എന്നിട്ട് ആകെ ടെൻഷൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാലാജിനെ വിളിക്കാൻ നിർത്ത് ബാലാജിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ബാലാജിയുടെ അടുത്ത് വാവച്ചനുണ്ടായിരുന്നു. വാവച്ചൻ പറഞ്ഞു, ഇന്ന് ഗാഥ വരൂല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലാജി പറഞ്ഞു, പറയാൻ പറ്റില്ല. ഹേമന്ത് കൂട്ടാൻ പോയേക്കുന്ന ACPയുടെ വീട്ടിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ സമയത്താണ് ബാലാജിയുടെ ഫോൺ ബില്ലടിക്കുന്നത്. നോക്കിയപ്പോൾ മഹേശ്വരൻ വിളിച്ചിട്ട് ബാലാജി അണ്ണ, അതെ ഗാഥനെ ഇന്ന് ഹേമന്തിനോടെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലാജി, അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ നന്ദയുണ്ടല്ലോ, അവൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് മാത്രമല്ല ആ കൃത്യസമയത്ത് തന്നെ ഗൗതമും കയറി വന്നു. അതുകൊണ്ട് ഇന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലാജി പറഞ്ഞു, അതെ നിങ്ങളുടെ അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിടാൻ നോക്കിയോ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ബാലാജി ഒരു തവണത്തേക്ക് നീ ഇനി എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാൻ അവളെ പറഞ്ഞു വിടാം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ അവളെ അവിടെ കൊണ്ടുവന്ന് അയക്കോളാം. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലാജി പറഞ്ഞു, അതെ മറ്റന്നാൾ എൻ്റെ കേസിന്റെ വിസ്താരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് അവൾ കോടതി വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ രാവിലെ കോടതിയിലേക്ക് പോകും. അവളെ എയർപോർട്ടിലേക്ക് എത്തിച്ചാൽ മതി.
അവിടെ നിന്ന് അവൾ ദുബായിക്ക് പൊക്കോളും. എൻ്റെ കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അവൾ പറഞ്ഞോളൂ എന്ന് പറയാണ്. ശരി ബാലാജി എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം വാവച്ചുനിച്ച് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അവൾ ഇന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല പോലും. കുഴപ്പമില്ല, നാളെ കഴിഞ്ഞാലേ കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. ആ സമയത്ത് അവളെ എയർപോർട്ടിലേക്ക് എത്തിച്ചാൽ മതി. അവൾ അവിടെ നിന്ന് ദുബായിക്ക് പൊക്കോളൂ എന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വാവച്ചൻ പറഞ്ഞു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം വാവച്ച, എന്നെങ്കിൽ മാത്രമേ എനിക്കിനിയിപ്പോൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. കുറെ സമയമായിട്ട് മഹേഷിന് മുകളിലേക്ക് പോയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ലക്ഷ്മി അമ്മച്ചി ഇത് എന്ത് പറ്റി? ഈ മഹിയാണ് നീ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഗാദിയോട് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്ത് പറ്റിയെന്ന് ഓർക്കുവാണ്. ഈ സമയത്ത് മഹേശ്വരൻ താഴേക്ക് ഇറങ്ങി വരുന്നേ. താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും പിങ്കി വെച്ചു, എന്തായി അമ്മാവ കാര്യങ്ങൾ? ഹേമന്തിന്റെ കൂടെ ഗാദനെ പറഞ്ഞു വിടുവാന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, അതെ അതൊക്കെ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ഞാനിന്ന് ഹേമന്തിനെ കണ്ടതെന്ന് പറഞ്ഞ് ഹേമന്തിന്റെ ഏരിയയിലേക്ക് പോണ്. ഹേമന്ത് സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.